തലേന്ന് നല്ല വേനൽ മഴ പെയ്തിരുന്നു. അതിനാൽ വെളുപ്പിനെ എഴുന്നേറ്റ് പാടത്ത് ചുണ്ണാമ്പെറിയാൻ പോയതായിരുന്നു ദേവമാമൻ. തിരിച്ചു വീട്ടിൽ വന്ന് വെള്ളം കുടിച്ചിരിക്കുകയായിരുന്നു. ഇത്ര വിയർത്തതെന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും പാടത്ത് ജോലി ചെയ്തു വന്നത് കൊണ്ടല്ലേ എന്നു പറഞ്ഞ് ഒരു ചെറു പുഞ്ചിരി മാത്രം സമ്മാനിച്ചു. എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. രാവിലെ കുളിച്ചു വന്നിരിക്കുമ്പോഴായിരുന്നു എനിക്ക് ആ ഫോൺ കോൾ വന്നത്. കേട്ട ഉടനെ ഒന്നും ചിന്തിക്കാതെ ഓടി വണ്ടിയിൽ കയറി യാത്ര തിരിച്ചതാണ്. മനസ്സാകെ പിടയുന്നു. മനസ്സിൽ എന്തൊക്കെയോ ഓർമ്മകൾ അലയടിച്ചു തുടങ്ങി. കഴിഞ്ഞ മാസമായിരുന്നില്ലേ അമ്മാമ്മയുടെയും അമ്മാച്ചൻ്റെയും ശ്രാദ്ധം. അന്നായിരുന്നു അവസാനമായി ഞാൻ ദേവമാമനെ കണ്ടിരുന്നത്. നാടൻ കോഴിക്കറിയും ഉപ്പിട്ട ദോശയും ചോറും അതായിരുന്നു ഞങ്ങളുടെ ശ്രാദ്ധത്തിൻ്റെ നിവേദ്യം. അതിൻ്റെ സ്വാദ് ഇന്നും നാവിൽ നിറയുന്നു. എല്ലാവരും വരണം, അത് ദേവമാമൻ്റെ നിർബന്ധം. ആ ഒരു വിളിയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തെ ഒത്തുചേർത്തത്. ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിക്കും. വന്നില്ലെങ്കിൽ പരിഭവം പറയും. എവിടെയായിരുന്നാലും ആ ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാം വീട്ടിലെത്തും. അതൊരു സദ്യയോ കുടുംബ പ്രാർത്ഥനയോ മാത്രമായിരുന്നില്ല, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഹൃദയമിടിപ്പായിരുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ജീവനറ്റ ദേവമാമൻ്റെ കാൽത്തൊട്ട് വന്ദിച്ച് വിളക്കിനു മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത വേദന. ഇനി ആ ഫോൺ വിളിയില്ല, പരിഭവം പറയാൻ ആളില്ല. തൊടിയിലെ മൂവാണ്ട മാങ്ങ വലിച്ച് ഓരോ വേനലവധിക്കും ശ്രാദ്ധമാസത്തിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ ദേവമാമൻ ഇനി ഓർമ്മകളിൽ മാത്രം.